Q Developers, ഉപ്പും മുളകും. ബാലു ബാലേ ബാലു എത്ര കിടന്ന് വിളിച്ച് കൂവിയാലും ഇങ്ങോട്ട് എത്തൂല. എപ്പോഴും എവിടെ കിടന്ന് ചത്ത് പണിയെടുത്തല്ലോ, ഒറ്റണം വരില്ല ഇങ്ങോട്ട്. എല്ലാം കഴിയുമ്പോൾ വന്നോളൂ, ഫയർഫോഴ്സ് പറഞ്ഞ പോലെ. ഫയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞേ, കുട്ടമ്പള തലയ്ക്ക് തീ പിടിച്ചാ? ഇല്ല, എന്റെ തലയ്ക്ക് തീ പിടിച്ച്. എത്ര നേരം വിളിക്കണം ബാലു? എടി, ഞാൻ അവിടെ സ്പീക്കറിന്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്തോണ്ടിരുന്നാണ് കേൾക്കാത്തത്. അവിടെ കേട്ടാത്? പിള്ളേര് എണീറ്റാ? പിള്ളേര് എണീറ്റാ? അവിടെ പോത്തോലെ കിടന്ന് ഉറങ്ങണല്ല അവിടെ. ആണോ? എന്നാ നിങ്ങൾ വന്നേ, വാ. ഒരു സാധനം എന്നാ മേടിക്കോ? ചട്ടകം ദോശ ഉണ്ടാക്ക്. എനിക്കിന്ന് ഓഡിറ്റിംഗ് ഉള്ളതാ, നേരത്തെ എത്തണോ ഓഫീസിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ദോശ ഇങ്ങോട്ട് ഇരിക്കേണ്ടി വരും. പിടിക്കോളൂ. ശരി, നീ പോയി ഓഫീസിൽ പോകാൻ വേണ്ടി വരും. ഞാൻ ദോശ കിട്ടോളാം. എന്ത് പറ്റി? എന്ത് പറ്റാന്ന്? അല്ല, സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ എണീറ്റ് അങ്ങനെ തന്നെ തിരിഞ്ഞു പോകണതാണല്ലോ. എന്താ പറ്റിയേ? അല്ല, നിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ദോശ ഉണ്ടെങ്കിൽ നല്ലത്. ഇന്നത്തെ ദിവസം ഞാൻ ദോശ ഉടനല്ലേ. ഇപ്പൊ കുളത്തറ ബാലേന്ദ്ര തമ്മിക്ക് ദീർഘവീക്ഷണമൊക്കെ തുടങ്ങിയ? അതെ. പോവാ, പെണ്ണിനെ അങ്ങോട്ട് വിളിച്ചോട് ലച്ചുനെ. ഓ, വന്നാ? അതെ, ഇവിടെ ഒന്ന് ഉറക്കം തൂങ്ങണ. എന്തിനാ എണീപ്പിച്ചെന്ന് പറ. ഇങ്ങനെ മണി പിടിച്ച് ഇറങ്ങണ്ട. അച്ഛനെ സഹായിക്ക്. അച്ഛൻ ദോശ ഇടുമ്പോ നീ ചമ്മന്തിക്ക് അരയ്ക്കാൻ നോക്ക്. എന്ത് പറ്റി? അമ്മയുടെ ഭയങ്കര സ്നേഹമാണല്ലോ. അല്ല, സാധാരണ അമ്മയാണല്ലോ വന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കണേ, അതുകൊണ്ട് ചോദിച്ചാ. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സഹായിക്കാം കേട്ടാ. ആ പ്രത്യേക സാഹചര്യം എന്താന്നാ ചോദിച്ചേ. അമ്മ വസ്തു വയ്ക്കാൻ സമ്മതിച്ചോ? വസ്തു വയ്ക്കാൻ നിനക്ക് വേറെ ഒന്നും പറയാനില്ല. ഈ ആവശ്യത്തിന്റെ കാര്യം നീ പറഞ്ഞില്ലടി. അവള് പ്ലസ് 2 കഴിഞ്ഞിട്ട് എന്തിനാണ് പഠിക്കണമെന്ന് ചോദിച്ചാൽ അവൾക്ക് അറിഞ്ഞുവിടാ. വസ്തു വയ്ക്കാൻ വസ്തുവിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചോളൂ. ഇപ്പൊ ഇങ്ങനെയായ? അല്ല, സാധാരണ അച്ഛനാണല്ലോ അമ്മയുടെ പുറകെ വസ്തു വയ്ക്കണ കാര്യം പറഞ്ഞ് നടക്കണത്. നമ്മൾ വസ്തു വയ്ക്കേ, അതിൽ കപ്പ നടേ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. നീ ആരോ ചോദിക്കായി? നിന്റെ താഴെ രണ്ടെണ്ണ 2 പൊടി ഡപ്പികൾ, പേനയും പെൻസിൽ എവിടെ, ബുക്ക് എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവർക്ക് അറിഞ്ഞുവിടാ. അച്ഛൻ്റെ അമ്മേരെ വസ്തുക്കൾ എവിടെ കിടക്കണമെന്ന് കറക്റ്റ് അറിയാം. അച്ഛനെ വർത്താനം കേട്ടാ തോന്നും നാട് നീടെ അച്ഛനെ സ്ഥലം കിടക്കാന്നാ. ആകപ്പാട് കുറച്ച് സ്ഥലമുണ്ട്, അതുകൊണ്ട് സ്വന്തം പേരെ ഇത് തന്നിട്ടുമില്ല. എന്നിട്ട് കഥ പറയാണ്. അറിയാലോ, സ്വന്തം പേര് എഴുത്തതിന് അറിയാലേ. അറിയാം. അല്ല, അച്ഛന് വിഷമമുണ്ടെന്ന് അറിയാലോ. അറിയാം. കൂടെ വിഷമിക്കാൻ നിൽക്കണ്ട. ഇത് ചമ്മന്തിക്ക് തേങ്ങ ഒഴിക്കാൻ പോ. തേങ്ങ എവിടെ? അവിടെ കിടപ്പുണ്ട്. വാ. എന്തോ മച്ചാ? കേശു, കേശു, ശിവ എണീക്ക്. ശിവ എണീക്ക്. 5 മിനിറ്റ് 5 മിനിറ്റ് 5 സെക്കൻഡ് വരില്ല. പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആരുണ്ടാക്കും? ബ്രേക്ക്ഫാസ്റ്റ് അച്ഛനെ ഉണ്ടാക്കണ്ട്. ഓ ഡേ, പെട്ടെന്ന് ഇവരെ എണീപ്പിച്ചിട്ടേ പല്ലേച്ച് കുളിപ്പിക്കാൻ നോക്ക്. പിന്നെ കാളപോലെ പറഞ്ഞില്ലേ, തന്നെ ചെയ്തോളൂ. അയ്യടി, നിന്നെ 7ാം ക്ലാസ് വരെ ഞാൻ തന്നെ പല്ലേച്ച് കുളിപ്പിച്ചോണ്ടിരുന്നേ. അതന്നല്ലേ? ഇത് ഇന്നല്ലേ. പെട്ടെന്ന് ചെയ്യാ. തല്ലണ എന്തിനാ? നീച്ച് വാ രണ്ടും. വേറെ പണിയൊന്നുമില്ലല്ലോ. ദോശ റെഡി. ഇന്ന് അച്ഛൻ ഉണ്ടാക്കി ദോശ കണ്ട് ഞാൻ 2 കൂടുതൽ കേട്ടോ. ഇന്ന് എന്റെ പേര് പറഞ്ഞ് കയറ്റിക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് കൂടുതൽ കഴിക്കാതെ നീ? ദോശ കൊള്ളാം, പക്ഷെ ചമ്മന്തി പോരാ. അയ്യോ, നിന്റെ പൊന്നാര മോളല്ലേ ഉണ്ടാക്കിയത്. ആഹാ, അച്ഛൻ പറഞ്ഞ പോലല്ലേ കറി വെച്ചേ. അവസാനം കറി കൊളയപ്പോ കുറ്റം മൊത്തം എനിക്ക്. ഇല്ല, എന്ത് പറഞ്ഞു തന്നാലും കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ജന്മനാ കിട്ടണേണ്. അതില്ലെങ്കിൽ എല്ലാം തീർന്നു. അമ്മ, കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വാ. ഇനിയിപ്പം ദോശ പഞ്ചസാര നമുക്ക് കഴിക്കാം. ഈ അത്രയ്ക്ക് മോശമൊന്നുമല്ല. നീ ചുമ്മാ കൂടുതൽ നീ വിളച്ചിൽ കാണിക്കില്ല. കഴിയണവിടെ. ഞാൻ പോവാണ്. ഇനിയിപ്പോ ഓട്ടോയ്ക്ക് പോകാം. ഓട്ടോ വരുമ്പോ ഇവരെ കയറ്റി വിട്ടേക്കേ. എനിക്കറിയാം. പെട്ടെന്ന് കഴിയണവിടെ. കഴിക്കാച്ചാ. ഹലോ, കട കിട്ടിയാ? ചെമ്പൂക്കില്ല? അയ്യോ, ഉള്ളിലോട്ടാ? കുഴപ്പമില്ല, കട ഞാനാണ് നടത്തുന്നത് അറിയുമ്പോഴേ ആൾക്കാർ വന്നോളൂ. അയ്യോ, വാടക അത്രയും തരാൻ പറ്റില്ല. ഇല്ല അല്ല പറ്റില്ല. ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. കട ശരിയായില്ല?
കട ശരിയായി ചെമ്പൂക്കിൽ, പക്ഷെ നല്ല ഉള്ളിലോട്ടാണ്. അത് പ്രശ്നമല്ല, അച്ഛനാണ് കട നടത്തുന്നത് അറിയുമ്പോൾ ആൾക്കാരെ അറിഞ്ഞ് വന്നോളും. പക്ഷെ വാടക കൂടുതൽ. അവൻ്റെ വിചാരം ലുലു മാളിൽ നടത്തണമെന്നാണ് എൻ്റെ വിചാരം. ലുലു മാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്ത് സിനിമയ്ക്ക് വേണം? സിനിമയൊന്നും അല്ല അച്ഛാ, നമുക്ക് കടയിൽ ലുലു മാളിൽ ഏതെങ്കിലും ഷോപ്പ് എടുത്താലോ? അത് ശരിയാവില്ല. എന്ത് ശരിയാവാത്ത? അതാവുമ്പോൾ ഞങ്ങൾക്ക് 10 പേരോട് പറയാലോ കട ലുലു മാളിന്നാന്നൊക്കെ. അത് ശരിയാവില്ലെന്നേ. എന്ത് പൈസ പ്രശ്നമാ? പൈസയുടെ പ്രശ്നം മാത്രമല്ല, അവിടെ കട നടത്തുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പ് ഞാൻ പുതുമുഖമാണ്. ഞാനൊരു കട നടത്തണമെന്ന് അറിഞ്ഞാൽ, ഇപ്പോൾ ബാലു ഇലക്ട്രോണിക്സ് എന്ന് നമ്മൾ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ഷോപ്പ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞ് അവിടെ വർക്ക് കൂടും. ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. അപ്പം മുമ്പേ കട നടത്തുന്നവന്മാർ അസൂയ വരും. അപ്പം നമ്മൾ പറ്റി പ്രശ്നം ഉണ്ടാവും. അതും ഇതും പറയും, ഒന്നും രണ്ടും പറയും. അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാണെങ്കിൽ അച്ഛൻ ഇവിടെ തന്നെ ഇന്ന് റിപ്പയർ ചെയ്ത് കാലാകാലം ഇരിക്കേണ്ടി വരും. ഞാൻ ഇവിടെ അല്ല, ചിലപ്പോൾ എൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ റിപ്പയർ ചെയ്തിരിക്കും. നിനക്കെന്ത് കുഴപ്പം? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അച്ഛൻ കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങൾ കുറെ പിള്ളേർ ഇവിടെ വളർന്നവരുണ്ട്. ഞങ്ങളൊക്കെ ഒരു കല്യാണം ആലോചിച്ച് വരുമ്പോൾ പറയാലോ വലിയ ഷോപ്പുള്ള ഉടമസ്ഥന്റെ മക്കളാണൊക്കെ. എടീ, ഞാൻ നല്ലൊരു ഇലക്ട്രോണിക്സുകാരനെ കൊണ്ട് നിന്നെ കെട്ടിക്കും. കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ മരുമോനായിട്ട് ഇവിടെ ഇരുന്ന് പണിയുള്ളൂ. എന്നിട്ട് വേണം ഞാൻ എൻ്റെ അമ്മേനെ പോലെ കഷ്ടപ്പെടാൻ. എൻ്റെ അതേ സ്വഭാവമുള്ള ഒരു പയ്യനെ കിട്ടിയാണ്ടല്ല എൻ്റെ ജീവിതം സ്വർഗ്ഗം. പിന്നെ ഭയങ്കര സ്വർഗ്ഗമാണല്ലോ അച്ഛാ. എൻ്റെ ഭാവി ഹസ്ബൻഡിനെ പറ്റിയിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം എന്നെ ഒരു ജോലിക്കും വിടാതെ ഈ വീട്ടിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരുത്തണം. വേണമെങ്കിൽ വല്ല കാപ്പിയും ചായക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അല്ല, ഈ ചായയും കാപ്പിയും കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന്, നീല് വരാൻ ഒരുപാട് താമസിക്കും. ഇപ്പോൾ ഒരു ചായ ഇട്ടുണ്ടോ? ഇപ്പോൾ തന്നെ ചായ വേണം. പോ, പിന്നെ നമുക്ക് വരുന്നേ കണ്ടുപിടിക്കാം. നീ പോടേ. ഇരുത്തൂലല്ലോ ചുമ്മാ. എന്തോ തള്ള മക്കളും കൂടെ വന്നോടെ തുടങ്ങിയല്ലോ അലപ്പുകൾ. എന്തോന്ന്? അതല്ലച്ചാ, അമ്മ എന്തോ തീറ്റ സാധനം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞ തീറ്റ സാധനം എന്തോന്ന്? ഒന്നുമില്ല ബാലു, നമ്മുടെ സുഷ്മയുടെ ഹസ്ബൻഡേ ഗൾഫിൽ നിന്ന് വന്ന് അപ്പൊ കുറച്ച് ഈന്തപ്പഴം കൊണ്ടുവന്ന്. അതാണിത്. ഈന്തപ്പഴം എടുക്കുന്നേ? എടുക്കട്ടെ. കൊറേ നാളാ ഈന്തപ്പഴം കഴിച്ചിട്ട്. എങ്ങനെ? കഴിഞ്ഞ മാസം പിന്നെ നവാസങ്ങളെ നോയമ്പിന് എന്തോന്ന് കൊണ്ടുവന്നേ? എടി, അത് നമ്മുടെ നാട്ടിൽ ലോക്കൽ സാധനമല്ലേ. ഇതൊന്നും ഗൾഫിലാണ് സൂപ്പർ ഈന്തപ്പഴല്ലേ. അത് കറക്റ്റാ ചേച്ചി. ഇപ്പൊ കത്തി എടുത്തിട്ടാ ഇത് ഇപ്പൊ തന്നെ എടുത്ത് തീർക്കാം. കത്തിയൊക്കെ എടുത്തോണ്ട് വരാം, പക്ഷെ അതിന് മുമ്പ് തീർത്ത് എല്ലാത്തിനും കുത്തിക്കൊല്ലും. ഇല്ല, നീ പോ. ഞാൻ എല്ലാവർക്കും നന്നായിട്ട് മുറിച്ച് ഓരോ തുല്യമായിട്ട് ഭാഗം വെച്ച് തരാം. അല്ല, ഇവിടെ തന്ത കാണിക്കും പോലെ ഭാഗം വെപ്പിന് ഞാൻ പിശുക്ക് കാണിക്കൂല. ഒരവസരം കിട്ടി അപ്പൻ്റെ വീട്ടുകാർക്ക് താങ്ങിക്കോളാം കേട്ടോ, അല്ലെങ്കിൽ സമാധാനം വരില്ലല്ലോ. സുഷമയുടെ ഭർത്താവ് വന്നപ്പോഴേ സാധനം കൊണ്ടുവന്നില്ലേ? ഇനി എന്തോരം സാധനങ്ങൾ കൊണ്ടുവന്നെന്നറിയാമല്ലോ. ഇനി ബാക്കിയുള്ളത് കാർഗോയിൽ വരും. അതല്ല, സാധനം കൊണ്ടു. എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ, കുട്ടികളടുത്ത് അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞാനിപ്പം. എന്താണ് ഇത്ര താമസം? ആ കത്തി തപ്പിട്ട് കിട്ടണ്ടേ? വല്ലപ്പോഴും അടുക്കള കാരണം എന്നാലും മനസ്സിലായി കത്തിയൊക്കെ എവിടെ വെച്ചേക്കണേ. അത് തന്നെ, ആ കത്തി കൊണ്ടോ ഞാൻ മുറിക്കാം. ഇവിടെ ആണുങ്ങൾ നിൽക്കും, അല്ല പെണ്ണുങ്ങൾ കൈ കിടത്തണ്ട. തുല്യമായിട്ട് ഭാഗിച്ച് ഓരോരുത്തരൊക്കെ തരും, എടുത്തോണം. കട്ട് ചെയ്ത് തുല്യമായിട്ട് ഭാഗിച്ച് അച്ഛൻ തരും കേട്ടാ. ഓരോരുത്തരും ഓരോരോ ഭാഗങ്ങൾ എടുത്തോണം. നിക്ക് എന്തീ കാണിക്കാൻ പോണേ? തുല്യമായിട്ട് വായിക്കുന്ന വസ്തു ഭാഗം വയ്ക്കണം, കുടുംബസ്വത്ത് ഭാഗം വയ്ക്കണം. ഇങ്ങോട്ടൊന്നേ, എപ്പോഴുള്ള അച്ഛനും മക്കൾക്ക് എന്തെങ്കിലും സാധനം കിട്ടിയാൽ ഒറ്റയടിക്കൊക്കെ കഴിച്ചു തീർക്കണം, അല്ലെങ്കിൽ സമാധാനം ആവൂല. എന്നാ കഴിച്ചോ, ഇത് ഞാനേ സൂക്ഷിച്ചു വെച്ചോളാം. ക്യാഷുള്ള വീട്ടിലാണോ സൂക്ഷിച്ചു വെക്കാൻ പോണേ? അതൊക്കെ എനിക്കറിയാം സൂക്ഷിച്ചു വെക്കാൻ. ആയിരുന്നു തന്നെ. എന്തായാലും നല്ല കാര്യം അമ്മ സൂക്ഷിച്ചു വെച്ചത്. വേണ്ടേ അച്ഛാ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുറച്ചോട്ട് കിട്ടൂ. റേഷൻ കാർഡും കൊണ്ട് പോടാ. റേഷൻ അതിന് തൂക്കി തരുമ്പോൾ അളന്ന് കുറിച്ച് തരുള്ളൂ. പോ. ഇത് ശരിയാണോ? നീ പറ, ഇത് ശരിയാണെന്ന്. സോറി, അറിയാതെ ബാഗ് വലിച്ചെറിഞ്ഞ. എടി, ഞാൻ ഒന്നുമല്ല പറഞ്ഞ, അമ്മ ചെയ്തത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് അമ്മ എന്താ ചെയ്തേ? അമ്മ എന്താ ചെയ്തെന്നാ? നീ വെറുതെ പൊട്ടം കളിക്കില്ലേ? ഈ അമ്മയല്ലടി നമ്മളെ തടഞ്ഞേ. അച്ഛൻ നല്ല വൃത്തിക്ക് എല്ലാവർക്കും വീതം വെച്ച് വരുമ്പോ അമ്മയല്ല തടഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞിട്ട്. നിന്റെ അമ്മ എങ്ങോട്ട് കൊണ്ടുപോയി പൂഴ്ത്തിയും വെച്ച്. അതോട്ട് സപ്പോർട്ട് ചെയ്യാനല്ല ചേച്ചി. ആ വെള്ളിമൂക്കി എന്തിന്റെ കേടാടി? ചുമ്മാ വീട്ടിലിരിക്കല്ലേ, എന്തേലൊക്കെ പറയാൻ തോന്നിക്കാണും.
ഇത് അമ്മ എങ്ങനെയെങ്കിലും അമ്മ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കണ്ടുപിടിച്ചേ പറ്റൂ. ആ ജെസ്സി മിസ്സിന്റെ ക്ലാസ് ടെസ്റ്റ് മറ്റന്നാളല്ലേ? ജെസ്സിമിന്റെ ക്ലാസ് ടെസ്റ്റാ? ആ ജെസ്സി മിസ്സിന്റെ ക്ലാസ് ടെസ്റ്റോ? ആ മറ്റന്നാളാ. പഠിച്ചോളൂട്ടാ. എന്നെ കണ്ടോണ്ട് ഇവിടെ ആരും വിഷയമൊന്നും മാറ്റമൊന്നും വേണ്ട. എന്തോ ശിവ, നിന്റെ മുഖം ഈന്തപ്പഴം കിട്ടാത്ത കേസിനെ പോലെ ഇരിക്കണേ. വെളിമുഖ. ആ ചേച്ചി എന്തിനാ ചുമ്മാ അവന്റെ പേര് കുതിരാറാൻ പോകുന്നത്? ചുമ്മാ ഒരു മനസുഖം. പിന്നെ നിങ്ങൾ ഇത്ര നേരം ചിന്തിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ? അമ്മ ഒളിപ്പിച്ച് വെച്ച ബാലൻസ് ഈന്തപ്പഴം അടിച്ചു മാറ്റുള്ള പരിപാടിയല്ലേ? അതെങ്ങനെ ചേച്ചിക്കറിയാം? ഇനി വല്ല വെളിപാടും ഉണ്ടാകാതിരിക്കും. ചിലപ്പോ ദിവ്യവിളി ആയിരിക്കൂടാ. വെളിപാടും ദിവ്യവിളിയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം അതല്ല. ഞങ്ങളിപ്പോ ചേച്ചിയുടെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ചേച്ചി കൂടുതൽ ഷോ കാണിച്ചാൽ ചേച്ചിയുടെ അടിയന്തരം നടത്തുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പൊന്നുമോള് പോ. എന്ത് കഷ്ടത്. ഡി ശിവ, ഞങ്ങളിപ്പോ നോക്കി ചിലപ്പോൾ എവിടെ വല്ലതും ചുറ്റിപ്പറ്റി നിൽക്കും. നോക്ക്. ഉണ്ടോ? ഇല്ലില്ല പോയി. ഡി ഞാനൊരു ഓപ്പറേഷൻ നടത്താൻ പോവാണ്. നിന്റെ കൂടെ നിന്നോണം. ഓപ്പറേഷനോ? നീ കാര്യം തെളിച്ചു പറഞ്ഞേ. ഓപ്പറേഷൻ ഈന്തപ്പഴം. ആ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊളത്തറ വീട്ടിൽ ബാലേന്ദ്രൻ തമ്മിയുടെ മകൻ കേശവ ബാലേന്ദ്രൻ തമ്പി എന്ന ഞാൻ അമ്മ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സകല ഈന്തപ്പഴം എടുത്ത് എൻ്റെ നേർപ്പങ്ങളെ നിന്നോടൊപ്പം പങ്കുവെച്ച് കഴിച്ചില്ലെങ്കിൽ എൻ്റെ പേരെ അപ്പുറത്തെ വീട്ടിലെ പട്ടി കിട്ടും. എന്നിട്ട് വേണം ആ പട്ടി അവിടുത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് നിന്ന് മുറിക്കാൻ. ഡി ആ ഇവ ഡ്രസ് ചേഞ്ച് ചെയ്തേ പോ. ഡി വാടി ഇങ്ങോട്ട്. എന്താ ഡി അമ്മ വന്ന് എനിക്ക് സിഗ്നൽ തന്നു അങ്ങോട്ടല്ലോ. ഓക്കെ അയച്ചു. ചെല്ലിടി എവിടെ ആരും വന്നാലും സിഗ്നൽ തരണം പെട്ടെന്ന്. ആ ഓക്കെ ഓക്കെ നോക്കാം. എവിടെ കൊണ്ട് വെച്ചോ? പൊങ്ങി വാ 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 എണീക്ക് എന്താ നോക്കണേ? അമ്മ തൊണ്ടവേദന ഭയങ്കരമായിട്ട് അതുകൊണ്ട് കൽക്കണ്ടവും കുരുമുളകും കൂടി ഇട്ട് പൊടിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. അയ്യോടാ, തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ ശബ്ദം നല്ല ക്ലിയറാ. എന്റെ അടുത്ത് വേണ്ട വേല. അമ്മ ശ്രദ്ധിച്ചു നോക്ക്, സത്യമായിട്ടുണ്ട്. ശിവ പോയടാ. എന്നെ കണ്ടപ്പോ തന്നെ ശിവ പോയി. പോയാ? പോയി. എടാ കേശു, നിന്നെ എനിക്കറിയാവുന്ന ലോകത്ത് ആർക്കെങ്കിലും അറിയാമോ? നീ ആ ഈന്തപ്പഴം നോക്കിയല്ലേ വന്നത്? അല്ലമ്മേ, ഞാൻ ഈന്തപ്പഴം നോക്കിയല്ലോ. ചുമ്മാ ഇതുവഴിപ്പൊന്ന് കയറിയത്. പിന്നെ ചുമ്മാ ഇതൊരു വഴിപ്പോ നീ ഇവിടെ എന്തെങ്കിലും ഭക്ഷണ സാധനം ഇരിക്കുമ്പോഴല്ലേ ഇതിലേ വരാറുള്ളൂ. നീ പോടാ, ഇറങ്ങി പോടാ. എല്ലാവർക്കും കൊടുക്കുമ്പോ നിനക്ക് തരാ. പോ. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ അമ്മ ഒരു കാര്യം ഓർത്തോ, എല്ലാം വെട്ടിപ്പിടിച്ച് വെച്ചവരും പിടിച്ചിറക്കി വെച്ചവരും ഒക്കെ മേളിലോട്ട് പോയപ്പോഴേ എല്ലാം കൊണ്ടുപോയിട്ടില്ല. എല്ലാം ഭൂമിക്കകത്ത് തന്നെ ഇട്ടിട്ട് പോയത്. ഇറങ്ങി പോടി വഞ്ചി. എന്ത് ബോബിന് പോലും പിണങ്ങിയാ? പിണക്കൊന്നുമില്ല, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അല്ല, അതാ ഞാൻ ആലോചിക്കണേ. എന്തോന്നത് അവൻ പറഞ്ഞിട്ട് പോയ കേട്ടാ? ഈന്തപ്പഴം കൊടുക്കാൻ ഞാൻ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടാ? എല്ലാം വെട്ടിപ്പിടിച്ച് വെച്ചു, ഒരു അടക്കി പിടിച്ച് വെച്ചു. ഒരു മുകളിലോട്ട് പോയപ്പോ ഒന്നും കൊണ്ടുപോയിട്ടില്ല, വെറും കൈയോടെ പോയെന്ന്. സമാനായല്ലോ കേട്ടപ്പം. എടി അവൻ എന്റെ മോനാണെടി. നിന്റെ അച്ഛനെ പോലെ വെട്ടിപ്പിടിച്ച് അടക്കി പിടിക്കണമെന്നും അവൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. വന്ന് ചോദിച്ചപ്പോ എടുത്ത് കൊടുക്കണമായിരുന്നു. എന്റെ ബാലു ഒന്ന് കേക്ക്. അവനെ പോലെ ഇവര് രണ്ടുപേരും അവൻ വല്ല ആക്രാന്തം കാണിക്കണ്ട. അവൻ ഇത്തിരി കൂടുതലല്ലേ വിശപ്പ്? അല്ല, അവന്റെ സ്വഭാവത്തിനൊക്കെ അറിയാലോ. അവന് തീറ്റ കാര്യത്തിൽ കുറച്ച് ആക്രാന്തം കൂടുതലാണ്. അത് അറിഞ്ഞ് നീ പെരുമാറണം. ഇത് വല്ലാത്ത ആക്രാന്തം തന്നെയാണ്. എന്നാലും ഈ പ്രാവശ്യം അവന് കണ്ടുപിടിക്കാൻ പറ്റൂല. അതാരും കാണാത്ത സ്ഥലത്ത് ഞാൻ വെച്ചിരിക്കണേ. എന്തോന്ന് ബി നിലവറ വെച്ച് പൂട്ടിയാ? പൂട്ടി. അമ്മ ഒളിപ്പിച്ച് വെച്ചതിന് ഒരു തെറ്റില്ല. അമ്മ ഈ അച്ഛന്റെ സപ്പോർട്ട് പറഞ്ഞാണ് ഇത്ര ബലം. ഒന്നും കഴിക്കൂല, എന്നിട്ട് കഴിക്കണവരെ കഴിപ്പിക്കൂല. പാരൊക്കെ ഇവിടെ ഇറങ്ങിക്കോളും വലിയ മുങ്ങ. പൊന്നുമുള നിങ്ങൾ കഥയൊന്നും പറയണ്ട. നിന്നെ അമ്മ ഇവിടെ ഏത്തപ്പഴം തിരിപ്പിച്ച കഥയെ ഇവിടെ ആരും മറന്നിട്ടൊന്നുമില്ല. അത് എവിടെ വിളിച്ചു വെച്ചിട്ട് പറ, എടുത്തു കൊടു. ചെറുക്കൻ എടുത്തു കൊടു. അതേ സമയമാകുമ്പോ അങ്ങ് കൊണ്ടുതരാം. പനി വരട്ടെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. പോ. എന്ത് പഠിക്കില്ലേ? നിന്റെ വിഷമം എന്തെന്ന് അച്ഛൻ അറിയാം. പക്ഷെ അച്ഛൻ ഇടപെടാൻ പറ്റൂല. അതുകൊണ്ടാണ് അച്ഛൻ ഈ വീട്ടിലെ ഗൃഹനാഥനായിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഒരു ചെറുവരിലും ഒരു അച്ഛനെ കൊണ്ട് അനക്കാൻ പറ്റുന്നില്ല. എടേ, അച്ഛൻ ഗൃഹനാഥനെ സമ്മതിച്ച്. പക്ഷെ അമ്മ ചില തീരുമാനങ്ങൾ എടുത്താൽ അതിനെതിരായിട്ട് നിൽക്കാൻ അച്ഛനെ കൊണ്ട് പറ്റൂല.
ചുരുക്കി പറഞ്ഞ അച്ഛൻ വേറെ ഒരു റബ്ബർ സ്റ്റാമ്പ്. ഒരു ദിവസം എല്ലാത്തിനും കൂടെ പിടിച്ച് നിരത്തി നിർത്തി ഞാൻ സ്റ്റാമ്പ് അടിക്കുന്നുണ്ട് കേട്ടാ. എന്താണ് ഒരു മന്ത്രിസഭാ യോഗം? അത് നിന്റെ ഈ വീട്ടിലെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂടെ ചേർന്നൊരു യോഗം കൂടിയിരിക്കുകയാണ്. ഓ ശരി. ഡാ നിന്റെ വിഷമം മാറിയില്ല? ഓ അവന്റെ വിഷമം മാറണമെങ്കിൽ ആ ഈന്തപ്പഴം തീരണം, എന്നാലേ വിഷമം മാറുള്ളൂ. അല്ലടാ കേശു? നീ ചുമ്മായിട്ട് വിഷമിപ്പിക്കാതെ ഉണ്ടെങ്കിൽ എടുത്ത് കുറേ ഇങ്ങോട്ട്. കേശു, ഈന്തപ്പഴം കിട്ടിയ വിഷമം മാറും. വഴക്കാണ് ഇപ്പോഴും. കിട്ടിയാ ഞാൻ കഴിക്കും. കിട്ടിയ കഴിക്കോ? ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. ഇത് വേണം. എടുക്കട്ടെ എടുക്കട്ടെ, എടുത്തു തരാം. ഇങ്ങനെ തരാ, എടുക്കണല്ലേ? ഞാൻ പിന്നെ എന്ത് രണ്ടാം കെട്ടിലുള്ളതാണോ? ഒരാൾക്ക് കൊടുത്തിട്ടല്ലേ അങ്ങോട്ട് കൈ വീഴ്ത്താൻ പറ്റുള്ളൂ. അവളെ വായിൽ കേട്ടോ മനസ്സമാനായി. വേണ്ടേ അടുത്ത വാർക്കണ മുമ്പ് വായിൽ കുത്തിക്കയറ്റി കൊടുക്കും. നീ കുറച്ചല്ലേ കഴിക്കുള്ളൂ. കാണിച്ചപ്പോഴേ വിചാരിച്ചു അത് അവന്റെ കൊതിയാണ്. എനിക്ക് കാണിച്ചോട്ടെ. എടുക്കട്ടെ വാല്. എവിടെ കൊണ്ട് വിളിച്ചു വെച്ചിരുന്നു നീ? അതൊന്നും പറയില്ല. അമ്മ ആ ബാക്കിയുള്ളതും കൂടി കൊണ്ടെടുത്ത. ബാക്കിയുള്ളത് ഇപ്പൊ തരില്ല. ഇനി നിനക്ക് ആക്രാന്തം തോന്നുമല്ലോ, അപ്പൊ തരാം. നീ ബുക്കെടുത്ത് വെച്ച് പടിയടേ. ഇതെന്തത്? ഇത് ഈന്തപ്പഴം. ഈന്തപ്പഴം അല്ലടി, കിട്ടുന്നില്ലത്. ആ ഇതെന്താന്ന്? ഏത് കയ്യിലേക്ക് വെച്ച്? ഇത് എന്താന്ന്? ഇത് അരിമണി. ആ അപ്പൊ ഗൾഫിൽ നിന്ന് ഈന്തപ്പഴം വാങ്ങിച്ച അരി ഫ്രീ കിട്ടുമോ? എടി ഈ ഈന്തപ്പഴത്തിനകത്ത് അരി എങ്ങനെ വന്നു? എങ്ങനെ വന്ന്? എനിക്കിതൊരു കാര്യം മനസ്സിലായില്ലേ? എടീ ഞാൻ ഈ വീട് ഫുൾ അരിച്ച് പറക്കിയ ഈ ഈന്തപ്പഴം കിട്ടാൻ വേണ്ടി എന്നിട്ട് എനിക്ക് കിട്ടിയാ? ഇല്ലല്ലോ. ഇല്ല. എടി അമ്മ ഈ ഈന്തപ്പഴം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ വീട്ടിലെ അരിക്കലത്തിലടി. ആദ്യം നമുക്ക് ഈ തന്നപ്പോ ഈ ഈന്തപ്പഴത്തിൽ അരി ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇല്ലില്ല. ആ രണ്ടാമത് തന്നപ്പോഴല്ലേ അരി ഉണ്ടായിരുന്നേ? എന്റെ കേശു ഇന്ന് ഞാൻ സമ്മതിച്ചോ. എന്നൊരു കാര്യം ചെയ്യ്, വലുതാവുമ്പോ IPS എടുക്ക. എന്നിട്ട് ഈ നാട്ടിൽ തെളിയാതെ എടുക്കുന്ന എല്ലാ കേസും നീ തെളിയിച്ചെടുക്കുക. എടി അതിനൊക്കെ ഇനി കുറെ സമയമില്ലേ? അല്ല ഇനിയിപ്പോ നിന്റെ പ്ലാൻ എന്താ? എടി പ്ലാൻ എന്താന്ന് വെച്ചാൽ നേരെ അടുക്കളയിൽ ചെല്ലുക, അരിക്കലത്തിനകത്തുനിന്ന് ഈന്തപ്പഴം എടുക്കുക, വരിക, കഴിക്കുക. അതെനിക്കും അറിയാം. അത് നീ എങ്ങനെയാ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അതെനിക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ബുക്കും പേപ്പറും എടുത്തുണ്ടോ? ഈ അരിമണി പിടിക്കുക. തെളിവാ തെളിവ്. ആ കിട്ടി. താടി അങ്ങോട്ട്. ഇത് മതിയില്ലേ? മതി മതി മതി. ഈ അരിമണി പിടി. നിക്ക് എന്നാ പിടിച്ചോ. പേനേ? പെൻസിൽ എടുത്തോണ്ടോ അടി? പെൻസിൽ എന്തിനാ എടുത്തോണ്ട് ആടി അങ്ങോട്ട്. എടി എടി ഈന്തപ്പഴം പിടി. ഇത് പിടിക്കേ എടി അങ്ങോട്ട്. ഈന്തപ്പഴം പിടി. തെളിവോട് വെച്ചോ. തെളിവാ ആരുടെ നോക്കിയത്? ഞാൻ പിടിക്കണ ഈടാ. അമ്മ നോക്കിയേ. നോക്ക്. എന്താ കൊറേ വെട്ടും കുത്തും വരെയൊക്കെ? എടി ഇടി ഇതാണ് കബോർഡ്. ഇത് നമ്മുടെ അടുക്കളയുടെ പ്ലാനാണ്. ഇത് എന്തേ? ഒന്നുമില്ല. എടി ഏകദേശം അടുക്കള ഈ കബോർഡിലായിരിക്കും അരിക്കല ഇരിക്കണത്. ഓക്കെ. അമ്മ ദാണ്ട് ഇവിടെ. അമ്മ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തോട്ടിറങ്ങി പോവല്ലോ. അപ്പൊ നമ്മള് ഈ വഴി അകത്തോട്ട് കയറണം. എന്നിട്ട് നേരെ അരിക്കലത്തിനകത്തുനിന്ന് നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ട് എസ്കേപ്പ് തിരിച്ച് ഇങ്ങനെ അങ്ങ് പോണം. നീ ഇതാ ഇവിടെ നിൽക്കണം. ഓക്കെ? അവിടെ നിൽക്കാം. പിന്നെ സിഗ്നൽ ആണെന്നും കേട്ടോ ആരെങ്കിലും വന്നാ തരികോടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പാടില്ലേ? തരാം. എണീക്കടാ.
എണീക്ക് ഇവിടെ തെളിവുകൾ വെച്ച് സ്ഥലം കണ്ടുപിടിക്കാൻ നീ ആര് കേശുരാമയ്യർ CBI ശരിക്കും കൊടുക്കാമോ? അവന്റെ കയ്യിരിപ്പുണ്ട്, ഇതൊന്നും കൊടുത്താൽ പോരാ. ചേച്ചി പുരാത്തമ്മ വായ ഒട്ടല്ലേ? കണ്ട അവന്റെ അഹങ്കാരം കണ്ട. അച്ഛാ അച്ഛാ അച്ഛാ. എന്തിനു നീ അച്ഛനെ വിളിക്കണേ? അല്ല, മോന്റെ കയ്യിരിപ്പ് അച്ഛനെ കൂടെ ഒന്ന് കാണട്ടെ. അമ്മ പ്ലീസ് അമ്മ. നീ മിണ്ടരുത്. നീ അവനോന്റെ മക്കൾ നീ ആരോ അവന്റെ പുറകെ കൈ കെട്ടി നടക്കുമല്ലോ. നീ ആര്? ശിവാനി IPS ആ? അമ്മ എന്നാ ഞാൻ അതല്ല ആലോചിക്കണത്. ഇത്രയും സീക്രട്ട് ആയിട്ട് അമ്മ അവിടെ ഒളിപ്പിച്ചു വെച്ചല്ലേ, ഇവരെങ്ങനെ കണ്ടുപിടിച്ചു? ഇവൻ പാതാളത്തിൽ കൊണ്ട ഞാൻ വെച്ചാൽ അവൻ കണ്ടുപിടിക്കോല. ഒറ്റ വീക്കം കൊടുക്കണം അവനെ. അമ്മയ്ക്ക് അപ്പൊ ആ കാര്യം മനസ്സിലായില്ലേ? പിന്നെ അതെടുത്ത് എന്റെ കൈയോട് തന്നൂടെ? ശരി അമ്മ, അത് അവന് കൊടുക്ക്. ഇനിയിപ്പോ അത് അരിക്കലത്തിൽ നിന്ന് മാറ്റി വേറെ എവിടെ വെച്ചാലും അവൻ കണ്ടുപിടിക്കില്ല. പിന്നെ അങ്ങനെ കൊടുത്താൽ പോരാ, ചുമ്മാ എങ്ങനെ വെക്കണേ? ഇനിയിപ്പോ എന്തായാലും എടുത്തു കൊടുക്കാം പിള്ളേർക്ക്. ശരിയാണല്ലേ, ഇവൻ കട്ടിനേക്കാൾ കൊള്ള എല്ലാരും കൂടെ അത് സന്തോഷത്തോടെ കഴിക്കണത്. എടുത്ത അമ്മ ഇതിനകത്തില്ലല്ലോ ഇത്. ഇതിനകത്തില്ല. നമ്പർ കാണിക്കില്ലേ അമ്മ? നമ്പറല്ല, ഇതിന്റെ ഫോണിൽ ഞാൻ വെച്ചിരുന്നാണ്. വെച്ചിരുന്നാണോ? അമ്മ ഇവിടെ തന്നെയാണോ വെച്ച? ഉറപ്പാണോ? പിന്നല്ലാണ്ട്. കേശു കറക്റ്റ് ആയിട്ട് നീ അവിടെ വന്ന് നോക്കി. അപ്പൊ നേരത്തെ നീ എടുത്തത് കഴിച്ചല്ലേ? കള്ളം പറയാൻ എടുത്ത് സത്യം പറയടാ. ഫുഡിന്റെ അടുത്ത് ഞാൻ കള്ളം പറയാറില്ല സത്യം ഞാൻ എടുത്തിട്ടില്ല. അമ്മ ഇത്ര നേരം ഇവിടെ എന്തൊരു ബഹളം ഒച്ചയും വഴക്കൊക്കെ നടന്നു. അച്ഛൻ ഈ പരിസരത്തേക്ക് അമ്മ കണ്ട? ശരിയാണല്ലോ. കള്ള അച്ഛാ. ഈന്തപ്പഴത്തിലെ അരി പറ്റിയിരുന്നപ്പോഴേ വിചാരിച്ച് ഇവള് അരിക്കലത്തിലാണ് അത് ഒളിച്ചു വെച്ചത് കേട്ടാ. അപ്പം ഞാൻ എടുത്ത് അപ്പം തന്നെ അടിച്ച് മാറ്റി. എന്തിനാടാ ചെറിയണേ? നിനക്കൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ പറയണ്. നിന്റെ ഇപ്പോഴത്തെ ആക്രാന്തം ഉണ്ടല്ലോ, തീറ്റയുടെ ആക്രാന്തം, അതിന്റെ 10 ഇരട്ടി ആക്രാന്തമായിരുന്നു എനിക്ക് കൊച്ചിനെ നിന്റെ പ്രായത്തിൽ. നീ വേണമെങ്കിൽ അച്ഛനെ ചോദിച്ചു വരും. അച്ഛാ ഇത് കഴിച്ചോ. ആ